Hello, good morning all. Today we are discussing about the topic family Ranungulaceae. Ranungulaceae നമുക്കറിയാം പ്ലാന്റ് ടാക്സോണമിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാമിലിയാണ് Ranungulaceae. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ സെയിം ആട്രിബ്യൂട്ട്സ് ഉള്ള അല്ലെങ്കിൽ സെയിം ഫീച്ചേഴ്സ് ഉള്ള ഒരു കൂട്ടം ജെനീറാസ് കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഒരു ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് Ranungulaceae ഫാമിലിയെ കുറിച്ച് ഡീപ്പായിട്ട് നോക്കാം. Ranungulaceae family is also known buttercup or crowfoot family. It is also known as buttercup family. Buttercup because ഈ ഒട്ടുമിക്ക എല്ലാ ഫാമിലി മെമ്പേഴ്സിനും Ranungulaceae ഫാമിലി മെമ്പേഴ്സിനും ഒരു ബട്ടർകപ്പ് അപ്പിയറൻസ് ആണുള്ളത്. അതായത് ഒരു യെല്ലോ വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ്, ഗ്ലോസി ഫ്ലവേഴ്സാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ ഈ പിക്ചറിൽ കാണുന്ന പോലെ സെൻറ്ററിൽ ഒരു യെല്ലോ പാർട്ട് പ്രസൻ്റ് ആണ്. സോ അതിനൊരു ബട്ടർകപ്പ് അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. സോ ബട്ടർകപ്പ് ഫാമിലി എന്നും Ranungulaceae ഫാമിലിയെ നമ്മൾ വിളിക്കാറുണ്ട്. ദെൻ crowfoot family. Crowfoot family because their leaves are in crowfoot shape. Because the leaves palmate leaves ആണ്. സോ അതൊരു ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു crowfoot അപ്പിയറൻസ് ലീവ്സിന് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് crowfoot family. Then it includes 43 genera and 2346 species. It mainly found in the temperate and boreal regions of northern hemisphere. അതായത് ഇത് മെയിനായിട്ട് കാണുന്നത് റഷ്യ, കാനഡ ആ ഏരിയസിലാണ് മെയിനായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ പറയുകയാണെങ്കിൽ യൂഡൈക്കോട്സിൻ്റെ അണ്ടറിൽ ഓർഡർ റാനങ്കുലേസിലാണ് ഈ ഒരു ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് APG4 സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ബേസിലാണ്. അതായത് ആൻജിയോസ്പെം ഫൈലോജനി ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ. യൂഡൈക്കോട്സ് എന്ന് പറയുന്നത് നമ്മൾ ഡൈക്കോട്സിൻ്റെ ഒരു വേറൊരു ടേമായിട്ട് തന്നെയാണ് യൂഡൈക്കോട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊതുവെ. Ranungulaceae മെയിനായിട്ട് 7 ഫാമിലീസ് വരുന്നുണ്ട്. വൺ ഓഫ് ദ ഫാമിലീസ് ആണ് Ranungulaceae. ദെൻ ഈ ഒരു ഫാമിലിയിലെ മേജർ ജെനീറാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ റാനങ്കുലസ്. റാനങ്കുലസിൽ ഏകദേശം 400 സ്പീഷീസ് ഇൻക്ലൂഡഡ് ആണ്. ദെൻ ക്ലിമാറ്റിസ് 200 സ്പീഷീസ്, ഡെൽഫിനിയം 250 സ്പീഷീസ്, അക്കോനിറ്റം 245 സ്പീഷീസ്, അനിമോൺ 150 സ്പീഷീസ്, ദെൻ താലിക്ട്രം 100 സ്പീഷീസ്. ഇത്രയാണ് ഇതിൽ മേജർ ജെനീറാസ് പറയുന്നത്. ദെൻ സാലിയൻറ്റ് ഫീച്ചേഴ്സ്. ഈ ഒരു ഫാമിലിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് മെയിൻലി ഹെർബ്സ് ആണ്. ഒട്ടുമിക്ക എല്ലാ ഫാമിലി മെമ്പേഴ്സും Ranungulaceae ഫാമിലി മെമ്പേഴ്സും ഹെർബ്സ് ആണ്. ദെൻ ലീവ്സ് വിത്ത് ഷീത്തിങ് ബേസ്. ലീവ്സിൻ്റെ താഴെ ഭാഗത്തായിട്ട്, അതായത് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാം, ലീഫിൻ്റെ ബേസൽ പോർഷൻ സ്റ്റെമ്മിനെ കവർ ചെയ്തിട്ടാണ് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ ഷീത്തിങ് ബേസ് എന്ന് പറയുന്നത്. ദെൻ ബ്ലേഡ് ഓഫൺ ഡിവൈഡഡ്. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ലാമിനെയാണ് നമ്മൾ ബ്ലേഡ് എന്ന് പറയുന്നത്. അതായത് ലീഫിൻ്റെ എക്സ്പാൻഡഡ് പോർഷൻ, ഗ്രീൻ പോർഷനാണ് നമ്മൾ ബ്ലേഡ് എന്ന് പറയുന്നത്. അത് ഓഫൺ ഡിവൈഡഡ് ആണ്. ഡിവൈഡ് ചെയ്തിട്ടാണ് ബ്ലേഡ് എപ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ഒരു crowfoot അപ്പിയറൻസ് കൊടുക്കുന്നത്. ദെൻ ബൈസെക്ഷൽ ഫ്ലവർ ആണ്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് സെയിം ഫ്ലവറിൽ തന്നെ കാണുന്നുണ്ട്. അതായത് ആൻഡ്രീഷ്യം ഗൈനീഷ്യം സെയിം ഫ്ലവറിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ദെൻ പെറ്റൽസ് വിത്ത് നെക്ടറി. ഇത് ഈ ഒരു ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പെറ്റൽസിൽ നെക്ടറി പ്രസൻ്റ് ആണ്. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ ഒരു പെറ്റലിൻ്റെ ടിപ്പിൽ നെക്ടറി പ്രസൻ്റ് ആണ്. ഈ ഒരു യെല്ലോ പാർട്ടിൽ കാണുന്നതാണ് നെക്ടറി. ദെൻ അടുത്ത ഫീച്ചറാണ് സ്റ്റേമൻ ആൻഡ് കാർപ്പൽസ് ആർ ന്യൂമറസ്, ഫ്രീ ആൻഡ് സ്പൈറലി അറേഞ്ച്ഡ്. സ്റ്റേമനും കാർപ്പലും ന്യൂമറസ് ആയിട്ടുണ്ട്. അതായത് മോർ നമ്പർ സ്റ്റേമൻസ് ആർ കാർപ്പൽസ് പ്രസൻ്റ് ആണ്. അതെല്ലാം ഫ്രീ ആണ്, ഒന്നും ഫ്യൂസ് ചെയ്യാതെ എല്ലാം ഫ്രീ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ദെൻ ഈ ഒരു സ്റ്റേമൻസും കാർപ്പൽസും റിസപ്റ്റക്കിളിൻ്റെ ചുറ്റും സ്പൈറലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഓവറി സുപ്പീരിയർ ആണ്. ഓവറി സുപ്പീരിയർ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഗൈനീഷ്യം
ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ഗൈനീഷ്യ ആണെങ്കിൽ ക്ലിയർ അല്ല. ഗൈനീഷ്യ ആണെങ്കിൽ അതിൻ്റെ കാലിക്സ്, കൊറോള എല്ലാം ഈ ഒരു ഗൈനീഷ്യത്തിൻ്റെ ബേസിൽ നിന്നാണ് അറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗൈനീഷ്യ അതായത് കാർപ്പൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് കാണുന്നത്. അതിനാണ് നമ്മൾ സുപ്പീരിയർ ഓവറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലിയിൽ സുപ്പീരിയർ ഓവറി ആണ് കാണുന്നത്. ദെൻ ഫ്രൂട്ട് ഫോളിക്കിൾ ഓർ അക്കീൻ ആണ്. ഒന്നുകിൽ ചില മെമ്പേഴ്സിൽ ഫോളിക്കിൾ ആണ്, ചില മെമ്പേഴ്സിൽ അക്കീൻ ആണ് ഫ്രൂട്ട് കാണുന്നത്. ദെൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി ഹെർബ്സ് ആണ് നമ്മൾ പറഞ്ഞു. പക്ഷേ സം പ്ലാന്റ്സിൽ അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലിമാറ്റിസിൽ ഇവർ വുഡി ക്ലൈംബേഴ്സ് ആണ്. ക്ലിമാറ്റിസ് വുഡി ക്ലൈംബേഴ്സ് ആണ്. സോ അത് ഹെർബ്സ് അല്ല. ദെൻ സാന്തോറൈസയുടെ കേസിലാണെങ്കിൽ ഷ്രബ്സ് ആണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സും ഹെർബ്സ് ആണ്. സ്റ്റെം വിത്ത് സ്കാറ്റേർഡ് ഓർ സെവറൽ റിങ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽ. ഇതിൻ്റെ ഒരു അനാട്ടമി പറയുകയാണെങ്കിൽ സ്റ്റെം ഇതൊരു ക്രോസ് സെക്ഷൻ ആണെങ്കിൽ, സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ വാസ്കുലർ ബണ്ടിൽ സ്കാറ്റർ ആയിട്ട് ഒരു ചിതറിയ രീതിയിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചില മെമ്പേഴ്സിലാണെങ്കിൽ അതൊരു റിങ് ആയിട്ട് റിങ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ദെൻ ലീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾട്ടർനേറ്റ് ലീവ്സ് ആണ് ഈ ഒരു ഫാമിലിക്കുള്ളത്. പക്ഷേ ക്ലിമാറ്റിസിൻ്റെ കേസിൽ അത് ഓപ്പോസിറ്റ് ലീവ്സ് ആണ്. ആൾട്ടർനേറ്റ് ലീവ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെം ആണെങ്കിൽ ഇവിടെ ഒരു ലീഫ്, ദെൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇല്ല, ദെൻ ആൾട്ടർനേറ്റ് ആയിട്ട് ഇവിടെ ഒരു ലീഫ്, ദെൻ ഇവിടെ ഒരു ലീഫ്. അതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റ് ലീവ്സ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ലീവ്സ് നമുക്കറിയാം കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ ഒരു ലീഫിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ലീഫ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ക്ലിമാറ്റിസിൻ്റെ കേസിൽ ഓപ്പോസിറ്റ് ലീവ്സ് ആണ്. ദെൻ കാൽത്തയിൽ അത് അൺഡിവൈഡഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിവൈഡഡ് ലീവ്സ് ആണ് മെയിനായിട്ട് ഈ ഒരു ഫാമിലിക്ക് റാനഗുലേസിയ ഫാമിലിക്ക് കാണുന്നത്. പക്ഷേ കാൽത്തയിൽ അത് അൺഡിവൈഡഡ് ആണ്, ഡിവിഷൻസ് വരുന്നില്ല. ദെൻ റാനഗുലസിൽ പാൾമേറ്റ്ലി ലോബ്ഡ് ആണ്. പാൾമേറ്റ്ലി ലോബ്ഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു അപ്പിയറൻസ്, ഇവിടെ മിഡ്രിബ് വരികയാണെങ്കിൽ ഏകദേശം ഈ ഒരു അപ്പിയറൻസിനെയാണ് നമ്മൾ പാൾമേറ്റ്ലി ലോബ്ഡ് എന്ന് പറയുന്നത്. പാൾമേറ്റ് ഷേപ്പാണ്, പക്ഷെ അതിന് ലോബ്സ് പ്രസൻ്റ് ആണ്. റാനഗുലസിൻ്റെ കേസിൽ പാൾമേറ്റ്ലി ലോബ്ഡ് ആണ്. ഓർ കോമ്പൗണ്ട് ക്ലിമാറ്റിസിൻ്റെ കേസിൽ കോമ്പൗണ്ട് കാണുന്നുണ്ട്. കോമ്പൗണ്ട് ലീവ്സ് നമുക്കറിയാം ഇൻസിഷൻസ് മിഡ്രിബിൽ ടച്ച് ചെയ്യുന്ന കേസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇൻസിഷൻ മിഡ്രിബിൽ ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇത് മിഡ്രിബായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് മെയിൻ ലീഫിൻ്റെ സ്റ്റെമ്മിൻ്റെ പോർഷൻ, ദെൻ ഇത് മിഡ്രിബായിട്ട് കണക്കാക്കുമ്പോൾ ഈ ഇൻസിഷൻസ് മിഡ്രിബിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയുന്നത്. ക്ലിമാറ്റിസിൻ്റെ കേസിൽ ചിലതിൽ കോമ്പൗണ്ട് ലീവ്സ് ആണ് കാണുന്നത്. ദെൻ സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആണ്, പക്ഷെ താലിക്ട്രത്തിൻ്റെ കേസിൽ അത് പ്രസൻ്റ് ആണ്. ടെൻഡ്രിൽസും പ്രസൻ്റ് ആണ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ദെൻ ഇൻഫ്ലോറസൻസ് പറയുകയാണെങ്കിൽ സോളിറ്ററി ഫ്ലവേഴ്സ് ആണ്. അനിമോണിൻ്റെ കേസിൽ സോളിറ്ററി ഫ്ലവേഴ്സ് ആണ്, അതായത് ഒരു ഫ്ലവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കേസാണ് സോളിറ്ററി ഫ്ലവർ. ഓർ സൈമോസ്, സംടൈംസ് റെസീംസ്, ഡെൽഫിനിയം ഓർ പാനിക്കൽസ്, ക്ലിമാറ്റിസ് നാറ്റൻസ്. ചില നമ്പേഴ്സിൽ സൈമോസ് ഇൻഫ്ലോറസൻസ് കാണുന്നുണ്ട്. ദെൻ ഡെൽഫിനിയത്തിൻ്റെ കേസിൽ റെസീംസ് ആണ് പ്രസൻറ്റ്. റെസീംസ് ഇതാണ് ഡെൽഫിനിയം. ഇതൊരു റെസീം ഇൻഫ്ലോറസൻസ് ആണ്, അതായത് മെച്യൂർ ഫ്ലവേഴ്സ് താഴെയും യങ് ഫ്ലവേഴ്സ് മുകളിലായിട്ടാണ് ഒരു അക്രോപറ്റൽ രീതിയിലാണ് ഈ ഒരു ഇൻഫ്ലോറസൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ റെസീംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സൈമോസ് വരുന്നത്, അതായത് മെച്യൂർ ഫ്ലവേഴ്സ് മുകളിലും യങ് ഫ്ലവേഴ്സ് താഴെയായിട്ടാണ് സൈമോസ് വരുന്നത്. അത് ബ്രാഞ്ചിങ് വഴി ആണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സൈമോസ്. ദെൻ പാനിക്കിൾസ്
ക്ലിമാറ്റിസിൻ്റെ ആറ്റംസിൽ പാനിക്കിൾസ് ആണ് കാണുന്നത്. പാനിക്കിൾ എന്ന് പറഞ്ഞാൽ മച്ച് ബ്രാഞ്ചഡ് ആണ്, എല്ലാ സൈഡിലേക്കും ബ്രാഞ്ചിങ് വരുന്നുണ്ട്. ഈ ഓരോ ബ്രാഞ്ചും റസീംസ് ആണ്. റസീം ഇൻഫ്ലോറസൻസ് രീതിയിലാണ് ഓരോ ബ്രാഞ്ചും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് പാനിക്കിൾസ്. ദെൻ ഫ്ലവേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബൈസെക്ഷൽ ആണ്, നേരത്തെ പറഞ്ഞു. പക്ഷെ താലസ്ട്രത്തിൻ്റെ കേസിൽ അത് യൂണിസെക്ഷൽ ആണ്. പിന്നെ ആൻഡ്രീഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൽ സെക്സ് ഓർഗൻ ആണ് ആൻഡ്രീഷ്യം. ആന്തേഴ്സ് എക്സ്ട്രോസ് ആണ്. ആന്തേഴ്സ് ഇവിടെ ആന്തർ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രോസ് എന്ന് പറഞ്ഞാൽ ഈ ആന്തർ ഫേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്ലവറിൻ്റെ പെരിഫറി റീജിയണിലേക്കാണ്. അതിനെയാണ് നമ്മൾ എക്സ്ട്രോസ് ആന്തർ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ആന്തർ ഡെയ്സൻസ് നടക്കണം. അതിന് റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഈ ആന്തർ ഡെയ്സ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ആന്തർ സ്റ്റിഗ്മയിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ജെർമിനേഷൻ നടന്നിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ഈ ആന്തർ ഡെയ്സൻസ് നടക്കുമ്പോൾ, അതായത് ഇതിലൊരു ക്രാക്ക് വീഴുമ്പോൾ അത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡെയ്സൻസ് ആണ് നടക്കുന്നത്. ഓക്കെ. ദെൻ ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഫ്രീ കാർപ്പൽസ്, മെയിനായിട്ട് ഫ്രീ കാർപ്പൽസ് ആണ്. സിൻകാർപ്പസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, സോറി. സിൻകാർപ്പസ് ഇൻ നൈഗല്ലയുടെ കേസിൽ അത് സിൻകാർപ്പസ് ആണ്. അതായത് ഫ്രീ കാർപ്പസിന് നമ്മൾ വേറൊരു പേരുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്, അപ്പോകാർപ്പസ് എന്നും കൂടെ പറയാറുണ്ട്. ഫ്യൂസഡ് ആണെങ്കിൽ അതിന് സിൻകാർപ്പസ് എന്ന് പറയും. ദെൻ സിംഗിൾ ഓർ മെനി ഓവ്യൂൾസ്. റാനംഗുലസിൻ്റെ കേസിൽ ഒരു സിംഗിൾ ഓവ്യൂൾ മാത്രമേ ഓവറിയിൽ പ്രസന്റ് ആയിട്ടുള്ളൂ. ദെൻ ഡെൽഫിനിയത്തിലാണെങ്കിൽ മെനി ഓവ്യൂൾസ് കാണുന്നുണ്ട്. മാർജിനൽ ഓർ ബേസൽ പ്ലാസന്റേഷൻ. മാർജിനൽ പ്ലാസന്റേഷൻ എങ്ങനെയാണ്? നമ്മൾ ലെഗുമിനസ് പ്ലാന്റ്സിലൊക്കെ കാണുന്നത് പോലെ ഒരു മാർജിനിൽ സൈഡിലായിട്ട് കുറച്ച് ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പീ പ്ലാന്റ്സിലൊക്കെ കാണുന്ന പോലെ അതാണ് മാർജിനൽ പ്ലാസന്റേഷൻ. ബേസൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസിൽ ഒരു ഓവ്യൂള്, ബേസിലായിട്ട് ഒരു ഓവ്യൂള്, ഇതിനാണ് നമ്മൾ ബേസൽ, ഒന്നുകിൽ മാർജിനൽ ആവാം അല്ലെങ്കിൽ ബേസൽ ആവാം. ഫെദറി സ്റ്റിഗ്മ ഇൻ ക്ലിമാറ്റിസ്. ക്ലിമാറ്റിസിൽ ഫെദറി ആയിട്ടുള്ള സ്റ്റിഗ്മയാണ് കാണുന്നത്. ദെൻ ഫ്രൂട്ട് പറയുകയാണെങ്കിൽ റാനംഗുലസിൽ അക്കീനാണ് ഫ്രൂട്ട്. ദെൻ ഡെൽഫിനിയത്തിൽ പൊള്ളിക്കിളാണ്. ആക്റ്റയിൽ ബെറി ആണ്. പക്ഷെ റെയർ ആയിട്ട് നിഗല്ലയിൽ ക്യാപ്സ്യൂളും കാണുന്നുണ്ട്. ഇതാണ് ക്ലിമാറ്റിസ് ഫ്ലവർ. ദെൻ ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുകയാണ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിന് ഈ ഒരു ഫാമിലി, റാനംഗുലേസിയ ഫാമിലിക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഡെൽഫിനിയം, അതിൻ്റെ കോമൺ നെയിമാണ് ലാക്സ്പർ, അതായത് പിന്നെ അനിമോൺ, വിൻഡ് ഫ്ലവർ, അക്യുലേജിയ, കൊളുംബൈൻ, റാനംഗുലസ്, ബട്ടർ കപ്പ്. ഇത് ബട്ടർ കപ്പ് ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് റാനംഗുലസിനെ നമ്മൾ ബട്ടർ കപ്പ് എന്നാണ് പറയുന്നത്. ദെൻ ഹെല്ലിബോറസ്, ഹെല്ലിബോർ ആർ യൂസ്ഡ് ആസ് ഓർണമെന്റൽസ്. ഡെൽഫിനിയ, അനിമോൺ, അക്യുലിയ, റാനംഗുലസ്, ഹെല്ലിബോറസ് ഇവയെല്ലാം നമ്മൾ ഓർണമെന്റലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള പെറ്റൽസ്, സ്റ്റേമൻസ്, കാർപ്പൽസ്, അട്രാക്റ്റീവ് കളറ് ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഓർണമെൻ്റലായിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടി. സോ ഇവയെല്ലാം ഓർണമെൻ്റലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അക്കോണിറ്റൻ നാപ്പല്ലസ് ഈൽഡ്സ് അക്കോനൈറ്റ്. അക്കോനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. ഇത് ഡ്രഗ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിനിൽ ഡ്രഗ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അക്കോണിറ്റൻ നാപ്പല്ലസിൻ്റെ സീഡ്സും ലീവ്സും ഒക്കെ അത് ഡ്രൈ ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് അക്കോനൈറ്റ്. ദെൻ ഏഷ്യയിലൊക്കെ ഈ ആരോ പോയ്സണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അക്കോനൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ റൂട്ട്സ് ഓഫ് ഹൈഡ്രാസ്റ്റിസ് യൂസ്ഡ് ഫോർ സ്റ്റൊമക് എയിൽമെൻറ്റ്. ഹൈഡ്രാസ്റ്റിസ് എന്ന പ്ലാന്റിൻ്റെ റൂട്ട്സ് സ്റ്റൊമക് പ്രോബ്ലംസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ സീഡ്സ് ഓഫ് നിഗല്ല സറ്റൈവ യൂസ്ഡ് ഫോർ ഫ്ലേവറിംഗ് ആൻഡ് അഗെയിൻസ്റ്റ് ആസ്മ, ബ്രോങ്കൈറ്റിസ് ആൻഡ് റുമാറ്റിസം. നിഗല്ല സറ്റൈവയുടെ സീഡ്സ് ഫ്ലേവറിംഗ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെഡിസിനലി പറയുകയാണെങ്കിൽ ആസ്മ, ബ്രോങ്കൈറ്റിസ്, റുമാറ്റിസം ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മെഡിസിനായിട്ടും ഈ നിഗല്ല സറ്റൈവയുടെ സീഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ തൈമോക്വിനോൺ എക്സ്ട്രാക്റ്റഡ് ഫ്രം സീഡ്സ് ഓഫ് നിഗല്ല സറ്റൈവ യൂസ്ഡ് ടു ട്രീറ്റ് ക്യാൻസർ. തൈമോക്വിനോൺ ഈ ഒരു സബ്സ്റ്റൻസ് ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്.
റീസെൻറ്റ് സ്റ്റഡി നടന്നതാണിത്. റീസെൻറ്റ് റിസർച്ച് പ്രകാരം അവർ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു തൈമോക്കിനോൾ സബ്സ്റ്റൻസിന് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് നിഗല്ല സറ്റൈവയുടെ സീഡ്സ് നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. Then that's all. Thank you.